സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ചൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം 16 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യരോട് സംസാരിക്കുകയാണ്. 23 വചനമൊന്ന് ശ്രദ്ധിക്കണം. ഈശോ പറയുന്നു, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അതായത് ഒന്നും ചോദിക്കാൻ, ഒന്നും ആവശ്യപ്പെടാൻ, ഒരു കാര്യവും ആവശ്യമില്ലാത്ത അത്രമാത്രം തൃപ്തമായ ജീവിതം. തൃപ്തി, സംതൃപ്തി, ഇനിയൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ഒരു കുസൃതി കഥ കേട്ടിട്ടില്ലേ? ഒരിക്കൽ ഒരു കാർന്നോര് ലോട്ടറി എടുത്തു. അതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ദിവസമായപ്പം ടിക്കറ്റ് വല്ലതും അടിച്ചിട്ടുണ്ടോ എന്നറിയാൻ മക്കളുടെ കയ്യിൽ കൊടുത്തു. മക്കൾ നോക്കിയപ്പം ലോട്ടറി 1ാം സമ്മാനം 5 കോടി ബമ്പർ അടിച്ചിരിക്കുക. പക്ഷേ അപ്പൻ ബൈപ്പാസ് കഴിഞ്ഞിട്ടിരിക്കുന്നയാളാണ്. അതുകൊണ്ട് മക്കൾ പറഞ്ഞു, ഈ വിവരം അപ്പനെ അറിയിച്ച അപകടമാണ്, ചിലപ്പോൾ ഇതോടെ തട്ടിപ്പോവും. അതുകൊണ്ട് മക്കൾ എന്നാ ചെയ്തു, ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചു. വികാരിച്ചനെ പോയി കൂട്ടുപിടിച്ചു. വികാരിച്ചനോട് വിവരം പറഞ്ഞു, ഇത് ഞങ്ങളിതെങ്ങനെ പറഞ്ഞ് കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ മേല, അതുകൊണ്ട് അച്ഛനൊന്ന് സഹായിക്കണം. അച്ഛൻ റെഡി, ഏറ്റെടുത്തു. എന്നിട്ട് വികാരിച്ചൻ വിവരം പറയാൻ ഈ കാർന്നവരുടെ അടുത്ത് വരിക. കാർന്നവരോട് വർത്തമാനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഒന്ന് ഓർത്ത് നോക്കിക്കേ, ചേട്ടന് ലോട്ടറി എടുത്തു. അബദ്ധവശാൽ 1ാം സമ്മാനം 5 കോടി രൂപ അടിച്ചെന്ന് വിചാരിക്കുക, അപ്പോൾ എന്നാ ചെയ്യും? അപ്പോൾ ഇയാൾ ശുദ്ധഗതിക്ക് പറഞ്ഞു, എനിക്ക് 5 കോടി കിട്ടിയാൽ അതിൻ്റെ പകുതി ഞാൻ പള്ളിക്ക് തരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടതേ വികാരിച്ചൻ തലകറങ്ങി താഴെ വീഴുക. അറ്റായിക്ക് വികാരിയച്ചന്. വെറുതെ ഒരു കുസൃതി കഥയാണ്. ചോദ്യം ഇതാ, തൃപ്തമാണോ എൻ്റെ ജീവിതം? എൻ്റെ ജീവിതത്തിൽ എനിക്ക് തൃപ്തിയുണ്ടോ? അത് ഞാൻ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യനാണെങ്കിലും അല്ല, സമർപ്പിത ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും എൻ്റെ ജീവിതം തൃപ്തമാണോ? തൃപ്തിയുള്ളതാണോ എൻ്റെ ജീവിതം? ഈശോ ഇന്ന് സുവിശേഷത്തിൽ പറയുന്നത് ജീവിതം, തൃപ്തമായ ജീവിതം, സംതൃപ്തിയുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതമാകാനുള്ള വഴിയാണ് ഈശോ പറഞ്ഞു തരുന്നത്. അത് ഈശോ ശിഷ്യന്മാരോട് നടത്തുന്ന, യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന കണക്ക് അവസാനത്തെ ഈശോയുടെ പ്രഭാഷണത്തിൽ ഈശോ പറഞ്ഞു പോകുമ്പോൾ തൻ്റെ മരണത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ഉത്ഥിതനായതിനു ശേഷമുള്ള വരവിനെക്കുറിച്ചും പറയുമ്പോഴാണ് ഈശോ പറയുന്നത്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അതിൻ്റെ മുമ്പിലത്തെ തിരുവചനം കൂടെ നമ്മൾ ഓർക്കണം. 22 വചനം, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ആരും എടുത്തു കളയാത്ത ഈ സന്തോഷം, എല്ലാത്തരം സംതൃപ്തിയും തരുന്ന ഈ സന്തോഷം എന്താ? ഈശോ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ അത് ഉത്ഥിതനായ ഈശോയെ സ്വന്തമാക്കുമ്പോൾ ഉള്ള അനുഭവമാണ്. മരണത്തിന് ശേഷം ഈശോ വീണ്ടും വന്നു കഴിയുമ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ആ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല. ആർക്കും എടുത്തു കളയാൻ മേലാത്ത സന്തോഷം. പോരാ, ജീവിതത്തെ മുഴുവൻ സംതൃപ്തമാക്കുന്ന സന്തോഷം എന്താണ്? തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള അനുഭവമാണ് ഈ തൃപ്തി തരുന്നത്. ആർക്കും എടുത്തു കളയാൻ മേലാത്ത സന്തോഷവും ഇത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നത് ഇതാണ്, അതായത് എങ്ങനെ എൻ്റെ ജീവിതം തൃപ്തിയുള്ള ജീവിതമാക്കി മാറ്റാം, സംതൃപ്തിയുള്ള ജീവിതമാക്കി മാറ്റാം. പോരാ, മറ്റാർക്കും നശിപ്പിക്കാനാവാത്ത സംതൃപ്തി, സന്തോഷം ഉള്ള ജീവിതമാക്കി മാറ്റാം. അതിന് ഒന്നാമത് ഈശോ ഇന്ന് വ്യക്തമായിട്ട് പറയുന്നത്, ഉത്ഥിതനായ ഈശോ കൂടെയുണ്ടെന്നുള്ള അനുഭവം, അത് സ്വന്തമാക്കുക. തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള അനുഭവം, ആ അനുഭവത്തിൽ ജീവിക്കുക. അതാർക്കും എടുത്തു കളയാൻ പറ്റില്ല. പോരാ, അത് തൃപ്തി തരുന്ന ജീവിതമാക്കി നിൻ്റെ ജീവിതത്തെ മാറ്റും. പക്ഷേ ഈശോ പറയുന്ന ഈ കാര്യത്തിനൊരു വളരെ കൃത്യമായൊരു മാനുഷിക തലം കൂടെയുണ്ട്. ഈശോ പറയുന്നത് തൻ്റെ ശിഷ്യരോടാ, താൻ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന ശിഷ്യരോടാ, ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നതിൻ്റെ മാനുഷിക തലം തന്നെ ഈ സ്നേഹത്തിൻ്റെ തലമാണ്. അതായത് ഏറ്റവും കൂടുതൽ തൃപ്തി തരുന്നത് സ്നേഹിക്കപ്പെടുന്നവൻ കൂടെ ഉള്ളപ്പോഴാണ്. സ്നേഹിക്കപ്പെടുന്ന വ്യക്തി കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം, തൃപ്തി തരുന്നത്. മറ്റൊന്നിനും എടുത്തു കളയാൻ പറ്റില്ലാത്ത സന്തോഷവും തരുന്നത് ഈ സാന്നിധ്യത്തിനാണ്. ഒരു സംഭവം വർഷങ്ങൾക്കപ്പുറത്താണ്. ഞാൻ ജെറൂസലമിൽ പഠിക്കുന്ന കാലത്ത് 993 ശേഷം അവിടെ ഹദാസ എന്ന് പറയുന്ന യൂതരുടെ ഏറ്റവും വലിയ ആശുപത്രി,
ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കുറേ മലയാളി നേഴ്സുമാർ, അവരുമായിട്ട് ഒരുമിച്ച് കുർബാന ചെല്ലാനായിട്ട് ഞായറാഴ്ചകളിൽ കൂടുമ്പോൾ ആ ഒരു പ്രാവശ്യം വാർത്ത പറഞ്ഞു, നാട്ടിൽ നിന്നും ഒരു കുടുംബം ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞിൻ്റെ അസുഖം അച്ഛനൊന്ന് ഒന്ന് കാണണം. ഞാൻ കാണാൻ ചെന്നു. അതായത് ആ കുഞ്ഞിന് ക്യാൻസറാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് കാഞ്ഞിരപ്പള്ളിക്കാർ. അന്ന് ഏഷ്യയിലെങ്ങും തന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ല. ഉള്ളത് ഇവിടെ ഈ മിഡിൽ ഈസ്റ്റിലെ ഹദാസ യൂതന്മാരുടെ ആശുപത്രിയിൽ. അതുകൊണ്ട് കൊണ്ടുവന്നത്. ആദ്യം വന്നു, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു, പിന്നെയും അതിൻ്റെ ഫോളോ അപ്പിന് രണ്ടാമത് വന്നു, മൂന്നാമത് വന്നു. ഓരോ പ്രാവശ്യവും ഞാൻ ചെന്ന് കാണും, പ്രാർത്ഥിക്കും. മൂന്നാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ ഇവരോട് വിവരം അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ചെറുപ്പക്കാരായ ദമ്പതികൾ. ഈ കുഞ്ഞിന് കൂടി വന്നാൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ബാലൻ, അവൻ്റെ മൂത്ത ചേച്ചി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവർ 2 മക്കളേ ഉള്ളൂ. ഇവരെയും കൂട്ടി വന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത് ആശുപത്രിയുടെ അടുത്ത് താമസിച്ച് നിന്നുകൊണ്ടാണ് ചികിത്സ. 3ാം തവണ ആ ചികിത്സയ്ക്ക് വന്ന് ഞാൻ കണ്ടപ്പോൾ, ഞാൻ വിവരമെല്ലാം ചോദിച്ചപ്പോൾ ഈ അപ്പൻ എന്നെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആരും കാണാതെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചോ, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ആദ്യമൊക്കെ ഡോക്ടർമാർ പറയുന്നത് വിജയിക്കും, അങ്ങനെ തന്നെയായിരുന്നു, ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പം എല്ലാ പ്രതീക്ഷയും നശിച്ചിരിക്കുക. ഡോക്ടർ പറഞ്ഞത്, ഇനി കൂടി വന്നാൽ മാസങ്ങൾ മാത്രമേ അവൻ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ മൂത്ത മകളുടെ ഇത്തവണത്തെ 10ാം ക്ലാസ്സിലെ പഠനവും നിർത്തി, അവളെയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുക. കാരണം ഇനി മാസങ്ങൾ മാത്രമല്ലേ ഞങ്ങളുടെ മോൻ ഞങ്ങളുടെ കൂടെയുള്ളൂ. അവൻ പോകുന്നതിന് മുമ്പ് കൊടുക്കാവുന്നത്ര സ്നേഹം കൊടുത്ത് അവനെ യാത്രയാക്കണം. അവൻ പോകുന്നതിന് മുമ്പ് കൊടുക്കാവുന്നത്ര സ്നേഹം കൊടുത്ത് അവനെ യാത്രയാക്കണം. ഞാനിത് കഴിഞ്ഞ് മുറിക്കുള്ളിലേക്ക് കയറി. അവൻ ചിരിച്ച് കളിച്ച് കട്ടിലേലിരിക്കുക. ഏറ്റവും തൃപ്തിയോടെയുള്ള ജീവിതമാണ് അവൻ്റേത്. മുഖത്താകെ സന്തോഷം. രോഗത്തിൻ്റെ വേദനയോ സങ്കടമോ ഭാരമോ ഒന്നുമില്ല. കാരണം അവൻ്റെ പ്രിയപ്പെട്ടവർ, അവൻ്റെ അപ്പൻ, അവൻ്റെ അമ്മ, അവൻ്റെ ചേച്ചി മുഴുവൻ സമയവും അവൻ്റെ കൂടെയാണ്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം മറ്റൊരാളുടെ സാന്നിധ്യമാണ്. ദ ബെസ്റ്റ് ഗിഫ്റ്റ്, ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നയാളുടെ, സ്നേഹിക്കുന്നയാളുടെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും തൃപ്തമാക്കുന്നത് ആ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്, നിൻ്റെ ജീവിതം തൃപ്തിയുള്ളതാകണോ? ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത തൃപ്തി, സന്തോഷമുള്ള ജീവിതമായി മാറണോ? എന്തു ചെയ്യണം? നീ സ്നേഹിക്കുന്നയാളുടെ സാന്നിധ്യം, അത് നിനക്കൊണ്ട്. ആ സാന്നിധ്യത്തെ തിരിച്ചറിയുക, ആ സാന്നിധ്യം തരുന്ന തൃപ്തി അത് ആസ്വദിക്കുക, അത് മുന്നോട്ട് വളർത്തിയെടുക്കുക, അതിൻ്റെ അനുഭവത്തിൽ ജീവിക്കുക. അപ്പോൾ നിൻ്റെ ജീവിതം തൃപ്തിയാകും. മറ്റാർക്കും എടുത്തു കളയാൻ പറ്റില്ലാത്ത തൃപ്തി, സന്തോഷം പോരാ, മറ്റൊന്നിനെക്കുറിച്ചും നിനക്ക് പരാതി ഉണ്ടാകാത്ത അത്ര തൃപ്തമായ ജീവിതം. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ തിരിച്ചറിയണം. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ സാന്നിധ്യം എനിക്ക് തരുന്ന തൃപ്തിയിലും സന്തോഷത്തിലൂടെയും സന്നിഹിതനാകുന്നത് ഉദ്ധിതനായ ക്രിസ്തു തന്നെയാണ്. തമ്പുരാൻ്റെ സാന്നിധ്യം തന്നെയാണ് എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യത്തിലൂടെ എന്നിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പരോക്ഷമായിട്ട് എന്നിലേക്ക് വരുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും തമ്പുരാൻ്റെ സാന്നിധ്യവുമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹവും തമ്പുരാൻ്റെ സ്നേഹവുമാണ്. ക്രിസ്തുവിൻ്റെ കരുതലും തമ്പുരാൻ്റെ കരുതലുമാണ് സ്നേഹിക്കുന്ന വ്യക്തിയിലൂടെ എനിക്ക് ലഭ്യമാകുന്നത്. അത് തിരിച്ചറിയുക, അത് ആസ്വദിക്കുക, അതിന് നന്ദിയുള്ള വ്യക്തിയായിട്ട് ജീവിക്കുക. നിൻ്റെ ജീവിതം സംതൃപ്തിയുള്ള ജീവിതമാകും. ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഈയിടെ വാട്സപ്പിൽ കണ്ട ഒരു കഥയാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു പൂക്കടയിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഒരു അഡ്രസ്സ് കൊടുത്തു. 200 കിലോമീറ്റർ അകലെയുള്ള ആ അഡ്രസ്സിലേക്ക് ഏറ്റവും നല്ല പൂക്കളുടെ ഒരു കെട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഓർഡർ കൊടുത്തു. അവർ സമ്മതിച്ചു, എല്ലാം കുറിച്ചെടുത്തു, കാശും കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ കടയുടെ വാതിക്കൽ ഒരു കുഞ്ഞ് കരഞ്ഞോണ്ട് നിൽക്കുന്നു. പെൺകുട്ടി. അവളോട് ചോദിച്ചു, മോളെന്തിനാ കരയണേ? അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ മമ്മിക്ക് കൊടുക്കാൻ ഒരു പൂ വേണം, പക്ഷേ എൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് പൂ വാങ്ങിക്കാൻ തികയല്ല. അയാൾ കയ്യിലുള്ള കാശ് വാങ്ങി നോക്കി. എന്നിട്ട് അത് അവളുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും നല്ല പൂ വാങ്ങി അവളെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മമ്മിക്ക് കൊടുക്ക്. എന്നാൽ അവളോട് ചോദിച്ചു, ആട്ടെ മമ്മിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഞാൻ കൊണ്ടുവിടട്ടെ? അവൾ സമ്മതിച്ചു. അയാളുടെ വണ്ടിയെ കയറി. അവൾ വഴി പറഞ്ഞു കൊടുത്തു. വണ്ടി ചെന്ന് നിന്നത് ഒരു സിമിത്തേരിയിലാണ്.
സിമിത്തേരിയിലേക്ക് ഇയാളുടെ കൈയും പിടിച്ച് ഇവൾ പോവുക, മറു കൈയിൽ ഏറ്റവും നല്ല പൂവും. ചെന്ന് നിന്നത് ഈയിടെ അടക്കിയ ഒരു പുതിയ കുഴിമാടത്തിൽ. ആ കുഴിമാടത്തിങ്കൽ കൊണ്ടുവന്ന് അവൾ സ്നേഹപൂർവ്വം അമ്മയ്ക്ക് പൂ വെക്കുക. ഇയാളെ കണ്ണു നിറഞ്ഞു. തിരിച്ച് വണ്ടിയിലേക്ക് കയറിയ ഇയാൾ പെട്ടെന്ന് തന്നെ കടയിലേക്ക് തിരിച്ചു പോവുക. പോയിട്ട് ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് 200 കിലോമീറ്റർ അകലെയുള്ള അമ്മയുടെ അടുത്തേക്ക് ഏറ്റവും നല്ല പൂക്കളുടെ ഒരു ബൊക്കയും വാങ്ങി ഇയാൾ പോവുകയാണ്. നേരിട്ട് കണ്ട് അമ്മയ്ക്ക് ബർത്ത്ഡേ ആശംസിക്കാൻ. ദ ബെസ്റ്റ് ഗിഫ്റ്റ്, ഏറ്റവും നല്ല സമ്മാനം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാവുന്നത് എൻ്റെ സാന്നിധ്യമാണ്, ഞാൻ തന്നെയാണ്, എൻ്റെ പ്രസൻസാണ്. അതാണ് തൃപ്തി കൊടുക്കുന്നത്. ഒരു ജീവിതത്തെ മുഴുവൻ സംതൃപ്തമാക്കുന്നത് പോരാ, മറ്റൊന്നിനും എടുത്തു കളയാൻ മേലാത്ത സന്തോഷം പകരുന്നത് ഈ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തെ സംതൃപ്തമാക്കുന്ന സാന്നിധ്യങ്ങളെ, സ്നേഹിക്കുന്ന വ്യക്തികളുടെ, പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യങ്ങളെ നീ ആസ്വദിക്കുക. ഒപ്പം നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് നിൻ്റെ സാന്നിധ്യം കൊടുക്കാൻ, അവരുടെ കൂടെ ആയിരിക്കാൻ, അതും ജീവിതത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങളിൽ കൂടെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിൻ്റെ ജീവിതം സംതൃപ്തമാകും, നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും സംതൃപ്തമാകും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. അത്രയ്ക്ക് തൃപ്തമായ ജീവിതമായി മാറും. ആർക്കും എടുത്തു കളയാൻ പറ്റില്ലാത്ത സന്തോഷം വന്നു നിറയുന്ന ജീവിതമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എന്നോട് പറഞ്ഞു തരുന്ന ഈ ജീവിത രഹസ്യം മനസ്സിലാക്കാനുള്ള കൃപ തരണമേ. ജീവിതത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത് നാഥ നീ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുമ്പോഴാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നീ എൻ്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ്. എൻ്റെ ജീവിതത്തിൽ തൃപ്തി കിട്ടുന്നതും അതിലൂടെയാണ്. ഒപ്പം നീ എന്നോട് ആവശ്യപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം തരുന്ന സന്തോഷം, തൃപ്തി, അത് തിരിച്ചറിയാൻ, അതനുഭവിക്കാൻ, അതിന് നന്ദിയോടെ ജീവിക്കാൻ ഈശോയെ അതിനുള്ള കഴിവ് എനിക്ക് തരണമേ. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ഞാൻ സ്നേഹിക്കുന്നവർക്ക് അവരുടെ അടുത്തായിരിക്കാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടവും സന്തോഷവും വരുമ്പോൾ അടുത്തായിരിക്കാൻ, അങ്ങനെ എൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ, പ്രിയപ്പെട്ടവരെ തൃപ്തരാക്കാനുള്ള കൃപ, ശ്രദ്ധ എനിക്ക് നീ എപ്പോഴും തരണമേ. ആമേൻ.